സ്വാഭാവികമായിട്ടും അയാൾ അത് ഉപയോഗിക്കുന്നതല്ല, അങ്ങനെ അതുമായി യാതൊരു ബന്ധമില്ല എന്ന് അവിടുത്തെ അധ്യാപകരും മറ്റൊക്കെ സാക്ഷ്യപ്പെടുത്തിയെങ്കിലും അതിലൊരു ജാഗ്രത കുറവുണ്ട്. ആ റൂമിൽ നിന്ന് ഇങ്ങനെ ഒരു ലഹരി പിടിക്കപ്പെടുക എന്നുള്ളത് SFI പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ ഞങ്ങൾക്കുള്ള ഒരു വിമർശനം, കേരളത്തിൽ നിന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്യപ്പെടുന്നത്. 8 മണിക്ക് ആദ്യമായി എൻ്റെ അടുത്ത് നിന്ന് പ്രസ്താവന വാങ്ങിയിട്ടുള്ള മാധ്യമ പ്രവർത്തകർ, ഞാൻ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയുന്ന ഘട്ടത്തിൽ തന്നെ SFIയുടെ പ്രവർത്തകനാണ് ഇദ്ദേഹം, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചത്. ഞാനപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏത് പ്രവർത്തകനാണെങ്കിലും ഒരു രാഷ്ട്രീയത്തിന് മേലങ്കി ചാർത്തി അവർക്കൊരു സംരക്ഷണം ഒരുക്കേണ്ട ഒരു സംവിധാനമല്ല ഇത്. എന്നാൽ ഈ 90 ഗ്രാമിനെയും 2 കിലോ കഞ്ചാവിനെയും സമീകരിക്കുന്ന, എന്നാൽ സമീകരിക്കുക പോയിട്ട് ഞാൻ പറയുന്ന വാക്കുകൾ പ്രത്യേകം എടുത്ത് കൂട്ടിയാണ്, ഈ സമയം വരെയായി ഈ 2 കിലോ കഞ്ചാവുമായി ബന്ധപ്പെട്ട് ഇതിനെ തുലനം ചെയ്യാനാണ്, അല്ല എങ്കിൽ ഇതിൻ്റെ പൂർണ്ണമായും ഉത്തരവാദിത്വം SFI ആണ് എന്ന് വരുത്തി തീർക്കാനാണ് കേരളത്തിൽ പ്രത്യേകിച്ച് മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ശ്രദ്ധിച്ചിട്ടുള്ളത്. പക്ഷെ ഞങ്ങളിപ്പോഴും ആവർത്തിച്ച് പറയുന്നത്, നിങ്ങളോടുള്ള ഞങ്ങളുടെ വിമർശനം, രാവിലെ ഈ 90 ഗ്രാമിലെ ഉടനെ നിങ്ങൾക്ക് SFI പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സമീകരിച്ച് SFI പ്രവർത്തകൻ അറസ്റ്റിലായി എന്ന് പറഞ്ഞപ്പോഴും 2 കിലോ കഞ്ചാവ് പിടിക്കപ്പെട്ട ആളുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ സ്ഥിതിയുമില്ല. എന്നാൽ അയാൾ പിന്നീട് മാധ്യമങ്ങളെ കാണുന്ന സ്ഥിതി ഉണ്ടായി. അയാൾ മാധ്യമങ്ങളെ കാണുന്നത് വളരെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ വാക്കുകളോടെയായിരുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.